ഫെരാരിയാണ് ഇടിച്ചത്. പഠിപ്പിച്ച് അങ്ങോട്ട് പോകുമ്പോ അവിടെ പമ്പില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെ കണ്ട സാധനമാണ്. ഞാൻ പമ്പിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് പണി കഴിഞ്ഞ അവിടെ വരെ ബ്ലോക്കായി. അവിടെ നിന്ന് എനിക്ക് സ്കൂളിലൂടെ ഇറങ്ങിപ്പോയി, ഇറങ്ങി തോഷ്മോടെ ഒന്ന് നോക്കാൻ വന്ന അപ്പള ദേ കിടക്കണ പോതില് തന്നെ. ഓണർ എവിടെ ഇപ്പുണ്ട്? ആ വെള്ള ടീഷർട്ട് നടന്നു പോണത് അതോടെ പ്രാന്തായി തോന്നുന്നു. ഓണർ കച്ചവടത്തിനുണ്ടതാണാ? മോളും ഉണ്ടായില്ല, മോളും ഉണ്ടായി വണ്ടിയില്. വരുമ്പോ എങ്ങനെയായിരുന്നു? അല്ല റോഡില് പക്ഷെ നീ നോക്കി നോക്കി ഈ കണ്ട, ഈ കറുത്ത കണ്ട, വേറെ വണ്ടിയുമ്പോ തട്ടിയിട്ടാണ്. വെയിറ്റ് മാത്രമല്ലല്ലോ പ്രശ്നം. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, 5-10-20 കോടി മുടക്കി കാറ് മേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ഇതിപ്പോ ഇവര് പോലീസുകാര് കാശ് കൊടുക്കും, ഇനിയിപ്പൊ അത് വന്ന് നിൽക്കണതിന്റെ ചെലവടക്കം. നോക്കിയ ഗതാഗതക്കുറിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അപ്പുറത്ത് വണ്ടികൾ വന്യ പോലും ഇല്ല. അല്ല, ഞാൻ അവിടെ വന്ന് പെട്ട്, ഞാൻ അപകടം നടന്നു അറിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ഓടി ഇവിടെ വന്ന് ഞാൻ HM റോഡിൽ വന്ന് വണ്ടി ഇറങ്ങണില്ല, തിരിച്ചു പോയി കൂടെ കയറി വന്നു. കൂടെ കയറിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. വണ്ടിയുടെ ക്വാളിറ്റി വരെ ചോദിച്ചു നോക്കിയതാണെന്നാണ് പറഞ്ഞ കേട്ടോ. എന്തായി? ഞാൻ മരത്തുമ്പോ തട്ടി നോക്കിയതാണ്, മരം മാറുമെന്ന് നോക്കിയതാണ്. അവിടെ നിന്ന് വന്നത് ഈ മരമില്ലേ, ഈ കിടക്കണ മരമില്ലേ, ഇതാണ് അപ്പുറത്തെ മരമാണോന്ന് അറിയാൻ പാടില്ല. മരത്തുമ്മ മരം മുട്ടിച്ച മാറുമെന്ന് നോക്കിയതാണ്. ആംബുലൻസ് ആംബുലൻസ് വിട്ട് എന്താ നോക്കി. ഓണർ കാണണ്ട ചങ്ക് പൊട്ടും. കൈ എടുത്തോ
അതുപോലെയാണോ പോകുന്നത്? ഇതാണ് ഇതും ഒരു കാറിന്റെ സൈഡിലാണ് ആദ്യം തട്ടണം. അത് ഇതാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ മരത്തമ്മ പോയി തട്ടണത്. എന്തേ? പാവം മനുഷ്യനാണ് വണ്ടി ഓടിച്ചോണ്ട് വന്നത്. ദേ, ഓരോ പാർട്സിനും ലക്ഷങ്ങളുടെ വിലയാണ്. അത് തകർന്നു പോകുന്നു. നോക്കിയേ, ബമ്പർ മാറിയിക്കണ നോക്കി.